നമസ്കാരം, ഞാൻ ഔഫിയ. പ്രതിവാര കായിക വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പോയ വാരത്തെ പ്രധാന കായിക വിശേഷങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഹോക്കി ലോകകപ്പിൽ യോഗ്യത നേടി ഇന്ത്യൻ വനിതകൾ. ബെൽജിയത്തിലും നെതർലാൻഡ്സിലുമായി ലോകകപ്പ് നടക്കുന്നത് ഓഗസ്റ്റിൽ. ശുഭ്മാൻ ഗില്ലിനും സ്മൃതി മന്ദാനയ്ക്കും BCCI ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം. ICC ട്രോഫികൾ നേടിയ ഇന്ത്യൻ ടീമുകൾക്ക് ആദരം. ക്രിക്കറ്റ് ലോകം ഇനി IPL ആവേശത്തിലേക്ക്. ഒന്നാം ഘട്ട മത്സരങ്ങളുടെ ഫിക്സർ പുറത്തിറക്കി BCCI. വാർത്തകൾ വിശദമായി. വനിതാ ഹോക്കി ലോകകപ്പിൽ യോഗ്യത നേടി ഇന്ത്യ. വെയിൽസിനെ 4-1 തോൽപ്പിച്ചാണ് ഇന്ത്യ ബർത്ത് ഉറപ്പാക്കിയത്. യോഗ്യത റൗണ്ട് ടൂർണമെന്റിൽ ഇന്ത്യ റണ്ണേഴ്സ് അപ്പായി. FIH വനിതാ ഹോക്കി യോഗ്യത റൗണ്ട് ടൂർണമെന്റിന്റെ ഫൈനലിൽ ഇന്ത്യ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് ഇംഗ്ലണ്ടിനോട് തോറ്റ് റണ്ണേഴ്സ് അപ്പായി. എന്നാൽ ഗ്രൂപ്പ് റൗണ്ടിൽ ഒന്നാമതായി സെമിയിലേക്ക് എത്തിയപ്പോൾ തന്നെ ഇന്ത്യ ലോകകപ്പ് യോഗ്യത ഉറപ്പാക്കിയിരുന്നു. ഈ വർഷം ഓഗസ്റ്റിൽ ബെൽജിയത്തിലും നെതർലാൻഡ്സിലുമായി നടക്കുന്ന ലോകകപ്പിനുള്ള 2 യോഗ്യതാ റൗണ്ട് ടൂർണമെന്റുകളാണ് മാർച്ചിൽ നടന്നത്. ആദ്യത്തേത് ചിലിയിലെ സാന്റിയാഗോയിലുമായിരുന്നു. രണ്ടാമത്തേത് ഹോക്കി ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ ഹൈദരാബാദിലും. ഇതിൽ ഹൈദരാബാദിൽ നടന്ന ടൂർണമെന്റിലാണ് റണ്ണേഴ്സ് അപ്പായി ഇന്ത്യ യോഗ്യത നേടിയത്. ഇന്ത്യ, സ്കോട്ട്ലൻഡ്, ഉറുഗ്വേ, വെയിൽസ്, ഇംഗ്ലണ്ട്, ഇറ്റലി, സൗത്ത് കൊറിയ, ഓസ്ട്രിയ എന്നീ രാജ്യങ്ങളാണ് ഹൈദരാബാദിൽ നടന്ന ടൂർണമെന്റിൽ മത്സരിച്ചത്. ഇതിൽ ഇന്ത്യ, ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ് എന്നീ ടീമുകൾക്കാണ് ലോകകപ്പ് യോഗ്യത ലഭിച്ചത്. പൂൾ ബിയിൽ ഉറുഗ്വേയെ 4-0 തോൽപ്പിച്ചാണ് ഇന്ത്യ പോരാട്ടം തുടങ്ങിയത്. രണ്ടാം മത്സരത്തിൽ ഇന്ത്യ സ്കോട്ട്ലൻഡുമായി 2-2 സമനിലയിൽ പിരിഞ്ഞു. പൂൾ റൗണ്ടിലെ അവസാന മത്സരത്തിൽ വെയിൽസിനെ 4-1 തോൽപ്പിച്ചാണ് ഇന്ത്യ ബർത്ത് ഉറപ്പാക്കിയത്. ഈ വിജയത്തോടെ ഇന്ത്യ പൂൾ റൗണ്ടിലെ 1ാം സ്ഥാനക്കാരായി സെമി ഫൈനലിലേക്ക് കടക്കുകയും ചെയ്തു. നവനീത് കൗർ നേടിയ ഹാട്രിക്കാണ് വെയിൽസിനെതിരെ ഇന്ത്യക്ക് വിജയം നൽകിയത്. 7ാം മിനിറ്റിൽ സാക്ഷിയിലൂടെയാണ് ഇന്ത്യ ഗോളടി തുടങ്ങിയത്. 29, 34, 55 മിനിറ്റുകളിലായാണ് നവനീത് ഹാട്രിക് തികച്ചത്. 39ാം മിനിറ്റിലാണ് വെയിൽസ് ആശ്വാസ ഗോൾ നേടിയത്. ഇറ്റലിക്കെതിരായ സെമിയിൽ മനീഷ നേടിയ ഏക ഗോളിനായിരുന്നു ഇന്ത്യയുടെ ജയം. ഫൈനലിൽ ഗ്രേസ് വോൾസ്ഡനും എലിസബത്ത് നീലും നേടിയ ഗോളുകൾക്ക് ഇംഗ്ലണ്ട് ഇന്ത്യയെ കീഴടക്കുകയും ചെയ്തു. സെമിയിൽ സ്കോട്ട്ലാൻഡിനെ 2-0 തോൽപ്പിച്ചാണ് ഇംഗ്ലണ്ട് ഫൈനലിലെത്തിയത്. ഒറ്റ കളി പോലും തോൽക്കാതെയാണ് ഇംഗ്ലീഷുകാരികൾ കിരീടമണിഞ്ഞത്. 5 ഗോളുകൾ വീതം നേടിയ ഇംഗ്ലണ്ടിന്റെ ഗ്രേസ് വോൾസ്ഡനും ഉറുഗ്വേയുടെ തെരേസ വിയാനയും ടൂർണമെന്റിലെ ടോപ്പ് സ്കോറർമാരായി. ഇന്ത്യയുടെ നവനീത് കൗർ 4 ഗോളുകൾ നേടി 2ാം സ്ഥാനത്തെത്തി. നവനീത് കൗർ ടൂർണമെന്റിലെ മികച്ച കളിക്കാരിയായും തിരഞ്ഞെടുക്കപ്പെട്ടു. 2026 BCCI നമാൻ അവാർഡ്സ് ഏറ്റുവാങ്ങി ശുഭ്മാൻ ഗില്ലും സ്മൃതി മന്ദാനയും. 2025-26 കാലഘട്ടത്തിൽ ഇന്ത്യ നേടിയ 5 ICC ട്രോഫികളുടെ ചരിത്ര നേട്ടവും ചടങ്ങിൽ ആഘോഷിച്ചു. BCCIയുടെ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം സ്വന്തമാക്കി ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ. വനിതാ വിഭാഗത്തിൽ സ്മൃതി മന്ദനയും BCCI നമാൻ അവാർഡ്സ് 2026 കരസ്ഥമാക്കി. 2024-25 വർഷങ്ങളിൽ രാജ്യാന്തര ക്രിക്കറ്റിൽ 2 താരങ്ങളുടെയും സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാര പ്രഖ്യാപനം. 2023-ലും BCCIയുടെ പുരസ്കാരം ഗില്ലിനായിരുന്നു. സ്മൃതിയുടെ 5ാം പുരസ്കാര നേട്ടമാണിത്. മുൻ ഇന്ത്യൻ താരങ്ങളായ റോജർ ബിന്നി, രാഹുൽ ദ്രാവിഡ്, മിതാലി രാജ് എന്നിവർ BCCIയുടെ ഏറ്റവും ഉയർന്ന ബഹുമതിയായ കേണൽ CK നായിഡു ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരവും നേടി. കഴിഞ്ഞ വർഷം ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യയെ നയിച്ച ഗിൽ 10 ഇന്നിംഗ്സുകളിൽ നിന്ന് 4 സെഞ്ചുറികൾ ഉൾപ്പെടെ 754 റൺസ് നേടിയിരുന്നു. ചാമ്പ്യൻസ് ട്രോഫിയിൽ ബംഗ്ലാദേശിനെതിരെ സെഞ്ചുറി സ്വന്തമാക്കിയ ഗിൽ ടൂർണമെന്റിൽ 188 റൺസാണ് അടിച്ചെടുത്തത്. കഴിഞ്ഞ വർഷം 1703 റൺസ് സ്വന്തമാക്കിയ സ്മൃതി മന്ദന ഏകദിന ചരിത്രത്തിൽ ഒരു കലണ്ടർ വർഷം 1000 റൺസ് തികയ്ക്കുന്ന ആദ്യ വനിതാ താരമായിരുന്നു. 2025-26 കാലഘട്ടത്തിൽ ഇന്ത്യ നേടിയ 5 ICC ട്രോഫികളുടെ ചരിത്ര നേട്ടവും ചടങ്ങിൽ ആഘോഷിച്ചു. ഷഫാലി വർമ്മ, ആയുഷ് മാത്രെ തുടങ്ങിയ ആഭ്യന്തര ക്രിക്കറ്റിലെ പ്രതിഭകളും ചടങ്ങിൽ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. ക്രിക്കറ്റ് ആരാധകരെ ആവേശത്തിൽ ആറാടിക്കുന്ന IPL കാലത്തിന് ഇനി ദിവസങ്ങൾ മാത്രം. 1ാം ഘട്ട മത്സരങ്ങളുടെ ഫിക്സ്ചർ BCCI പുറത്തിറക്കി. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 2026 സീസണിന്റെ 1ാം ഘട്ട മത്സരങ്ങളുടെ ഫിക്സ്ചർ BCCI പുറത്തിറക്കി. നിലവിലെ ചാമ്പ്യന്മാരായ RCBയുടെ ഹോം ഗ്രൗണ്ടായി വിവാദങ്ങളിലുള്ള ചിന്നസ്വാമി സ്റ്റേഡിയം തന്നെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഈ മാസം 28-ന് നടക്കുന്ന RCBയും സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിലുള്ള ഉദ്ഘാടന മത്സരത്തിന്റെ വേദി ചിന്നസ്വാമിയാണ്. അതേസമയം സുരക്ഷ സംബന്ധിച്ച് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള വിദഗ്ധ സമിതിയുടെ അംഗീകാരം കിട്ടിയാൽ മാത്രമേ ചിന്നസ്വാമിയിൽ മത്സരം നടത്തുകയുള്ളൂ. ഏപ്രിൽ 12 വരെയുള്ള ഫിക്സ്ചറാണ് പുറത്തുവിട്ടിരിക്കുന്നത്. IPL വേദികളുള്ള ചില സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനാലാണ് ആദ്യഘട്ടത്തിലെ മാത്രം ഫിക്സ്ചർ പ്രഖ്യാപിച്ചത്. ആദ്യഘട്ടത്തിൽ 10 വേദികളിലായി 20 മത്സരങ്ങളാണ് നടക്കുക. രാത്രി 7:30 മുതലായിരിക്കും മത്സരങ്ങൾ. 2 മത്സരങ്ങളുള്ള ദിവസങ്ങളിൽ വൈകിട്ട് 3:30-ന് മത്സരം ആരംഭിക്കും. ഇനി സ്പോർട്സ് ഇൻ ഷോർട്സിലേക്ക് പോകാം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ ആഴ്സണൽ വിജയം നേടിയപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി സമനിലയിൽ കുരുങ്ങി. മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് എവർട്ടനെ കീഴടക്കിയ ആഴ്സണൽ പോയിന്റ് പട്ടികയിൽ 1ാമതായി തുടരുകയാണ്. അതേസമയം വെസ്റ്റ് ഹാമുമായുള്ള സമനില മാഞ്ചസ്റ്റർ സിറ്റിയുടെ കിരീട പ്രതീക്ഷകൾക്ക് തിരിച്ചടിയായി. സ്പാനിഷ് ലാലിഗ ഫുട്ബോളിൽ കഴിഞ്ഞ രാത്രി നടന്ന മത്സരത്തിൽ 1-4 ഗോളുകൾക്ക് എൽഷയെ തോൽപ്പിച്ച് റയൽ മാഡ്രിഡ്.
കഴിഞ്ഞ ദിവസം ചാമ്പ്യൻസ് ലീഗ് ആദ്യപാദ പ്രീ ക്വാർട്ടർ മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ 3-0 തോൽപ്പിച്ചതിന്റെ ആവേശത്തിലിറങ്ങിയ റയൽ സ്വന്തം തട്ടകത്തിൽ മറ്റൊരു വൻ വിജയം കൂടി നേടിയത് ആരാധകർക്കും ആവേശമാണ്. സീസണിലെ 5ാം മത്സരത്തിലും വിജയം കണ്ടെത്താൻ കഴിയാതെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊൽക്കത്ത സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ നടന്ന ISL മത്സരത്തിൽ ഈസ്റ്റ് ബംഗാൾ ക്ലബിനോട് 1-1 മഞ്ഞപ്പട സമനില വഴങ്ങി. ഈ സീസണിൽ ഉദ്ഘാടന മത്സരത്തിൽ കൊൽക്കത്ത സോൾട്ട് ലേക്കിൽ വെച്ച് മോഹൻ ബഗാനോട് മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് തോറ്റാണ് ഡേവിഡ് ജാല പരിശീലിപ്പിക്കുന്ന മഞ്ഞപ്പടയുടെ തുടക്കം. പിന്നാലെ കൊച്ചിയിലെത്തി മുംബൈ സിറ്റി FCയോട് 1-0 ഇന്റർ കാഷിയോട് 2-1 ചെന്നൈയിനോട് 1-0 തോൽവി വഴങ്ങി. അതിനുശേഷമാണ് ഈ സമനില. 6 മാസങ്ങളിൽ നിന്ന് ആകെ നേടിയത് 2 ഗോളുകളാണ്. പുത്തൻ കായിക വാർത്തകളുമായി വീണ്ടും കാണും വരെ നമസ്കാരം.